സെൻസസ് നടപടികൾ ഇന്ത്യയിൽ ചർച്ചയാകുമ്പോൾ ജാതി സെൻസസ് എന്ന ആവശ്യം കേവലം ഒരു സ്ഥിതി വിവരക്കണക്ക് ശേഖരത്തിനപ്പുറം ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് വലിയൊരു വെല്ലുവിളിയാണ്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പുതിയ UGC വിവേചന വിരുദ്ധ ചട്ടങ്ങൾക്ക് എതിരെയുള്ള പ്രതിഷേധം കൊടുമ്പിരി കൊള്ളുന്ന സാഹചര്യത്തിൽ പ്രതിപക്ഷമായ കോൺഗ്രസ് ഉയർത്തുന്ന ജാതി സെൻസസ് ആവശ്യം BJPയെ പ്രതിരോധത്തിലാക്കും. ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ദിശ നിർണ്ണയിക്കുന്ന ചർച്ചാ വിഷയമായി ജാതി സെൻസസ് മാറിക്കഴിഞ്ഞു. ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ വോട്ട് ബാങ്ക് തന്ത്രങ്ങളെ പ്രതിരോധിക്കാൻ പ്രതിപക്ഷമുയർത്തുന്ന ഏറ്റവും ശക്തമായ രാഷ്ട്രീയ ആയുധമായി ഇത് വിലയിരുത്തപ്പെടുന്നു. മതാടിസ്ഥാനത്തിലുള്ള ഏകീകരണത്തിന് പകരം ജാതിപരമായ അസമത്വങ്ങളെയും സാമൂഹിക നീതിയെയും മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു പുതിയ രാഷ്ട്രീയ സംവാദത്തിന് ഇത് വഴി തുറക്കും. 2027 സെൻസസിൽ ജാതി വിവരങ്ങൾ കൂടി ഉൾപ്പെടുത്തുമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുണ്ടെങ്കിലും അത് പൂർണ്ണാർത്ഥത്തിലുള്ള സാമൂഹിക സാമ്പത്തിക സെൻസസ് ആകില്ലെന്ന നിലപാടാണ് പ്രതിപക്ഷത്തിനുള്ളത്. 2012 ചട്ടങ്ങൾക്ക് പകരമായി വിജ്ഞാപനം ചെയ്ത പുതിയ ചട്ടപ്രകാരം SC/ST വിഭാഗങ്ങൾക്ക് പുറമെ OBC, EWC വിഭാഗങ്ങളെയും വിവേചന വിരുദ്ധ പരിധിയിൽ ഉൾപ്പെടുത്തി. എല്ലാ സർവകലാശാലകളിലും ഇക്വിറ്റി കമ്മിറ്റികളും ഹെൽപ്പ് ഡെസ്കുകളും നിർബന്ധമാക്കി. എന്നാൽ വിവേചനത്തിന്റെ നിർവചനം അവ്യക്തമാണെന്നും ഇത് സവർണ താൽപര്യങ്ങൾ സംരക്ഷിക്കാനായി ഉപയോഗിക്കപ്പെടുമെന്ന ആരോപണം ശക്തമാണ്. ചട്ടങ്ങളിലെ ചില നിർവചനങ്ങൾ ജാതി വിവേചനം കുറയ്ക്കുന്നതിന് പകരം വർദ്ധിപ്പിക്കാൻ ഇടയാക്കുമെന്ന് കാണിച്ച് സുപ്രീം കോടതി അടുത്തിടെ ഈ ചട്ടങ്ങൾ സ്റ്റേ ചെയ്തിരുന്നു. ഹിന്ദുക്കളെ ഒരു ഏകീകൃത വോട്ട് ബാങ്കായി നിലനിർത്താനാണ് സംഘപരിവാർ ശ്രമം. എന്നാൽ ജാതി സെൻസസ് നടന്നാൽ OBC, ദളിത് വിഭാഗങ്ങൾക്കിടയിലുള്ള വിഹിതവും പ്രാതിനിധ്യവും ചർച്ചയാകും. ഇത് ഹിന്ദു ഐഡന്റിറ്റി എന്നതിനേക്കാൾ ജാതി ഐഡന്റിറ്റിക്ക് മുൻഗണന നൽകാൻ ജനങ്ങളെ പ്രേരിപ്പിക്കും. ഉയർന്ന ജാതിക്കാർക്ക് ഭരണ സംവിധാനങ്ങളിലുള്ള മേധാവിത്വം ജാതി സെൻസസിലൂടെ ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെടുന്നത് പിന്നാക്ക വിഭാഗങ്ങൾക്കിടയിൽ അതൃപ്തി ഉണ്ടാക്കുമെന്ന് BJP ഭയക്കുന്നുണ്ട്. ജനസംഖ്യാനുപാതികമായി സംവരണം വേണമെന്ന ആവശ്യം ശക്തമായാൽ നിലവിലെ 50% പരിധിയും ലംഘിക്കേണ്ടി വരും. ഇത് മുന്നാക്ക വിഭാഗങ്ങളിലെ BJP അനുകൂലികളെ പിണക്കാൻ കാരണമാകും. ക്യാമ്പസുകളിലെ ജാതി വിവേചനം തടയാനെന്ന പേരിൽ നടപ്പിലാക്കുന്ന പരിഷ്കാരങ്ങൾ യഥാർത്ഥത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളെ കൂടുതൽ പ്രതിസന്ധിയിലാക്കും. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ BJP നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ബൃഹത് ഹിന്ദു എന്ന സങ്കല്പമാണ്. ജാതികൾക്കിടയിലെ വൈരുദ്ധ്യങ്ങളെ മതപരമായ വികാരങ്ങൾ കൊണ്ട് അടച്ചുകെട്ടുന്ന ഏകീകൃത വോട്ട് ബാങ്ക് സൃഷ്ടിക്കലാണ് അവരുടെ ശ്രമം. എന്നാൽ നമ്മൾ ഹിന്ദുക്കൾ എന്ന വികാരത്തിന് പകരം ഞങ്ങൾ അർഹമായ വിഹിതം ലഭിക്കാത്ത പിന്നാക്ക ജാതിക്കാർ എന്ന തിരിച്ചറിവ് വോട്ടർമാരിൽ ഉണ്ടാക്കാൻ പ്രതിപക്ഷം ആവശ്യപ്പെടുന്ന ജാതി സെൻസസിലൂടെ സാധിക്കും. ഇത് BJP ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ അജണ്ടയെ പ്രതിരോധത്തിലാക്കും. ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ മതപരമായ ഏകീകരണത്തെ നേരിടാൻ ജാതിപരമായ അവബോധം ഉയർത്തുക എന്ന ലക്ഷ്യമാണ് പ്രതിപക്ഷത്തിൻ്റെത്. Like, share, subscribe.